സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയാണേ. സങ്കീർത്തനം 17:8. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. കണ്ണിലെ കൃഷ്ണമണി പോലെ. ചിലപ്പോഴെങ്കിലും ഞാനിങ്ങനെ ആലോചിക്കും, ഈ കണ്ണിനെ എത്ര സുരക്ഷിതമായ സ്ഥലത്താണ് കർത്താവ് വച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എത്ര സെൻസിറ്റീവായ ഒരു ഓർഗനാണ്, ഒരു സ്ഥലത്താണ് ഈ കണ്ണിനെ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ശരീരം മുഴുവൻ അത്ര ഭംഗിയായിട്ടല്ലേ കർത്താവ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. ഒരുപക്ഷെ കണ്ണിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും അകറ്റുന്ന കൺപോളകൾ, നമ്മുടെ കൺപീലികൾ, അങ്ങനെ എത്ര സംരക്ഷിച്ചാണ് നമ്മുടെ കണ്ണുകളെ, നയനങ്ങളെ കർത്താവ് നമ്മുടെ ശരീരത്തിൽ വച്ചിരിക്കുന്നത്. അതുപോലെ എന്നെ സംരക്ഷിക്കണമെന്ന് പറയുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിന് ചുറ്റും ഒരുപക്ഷെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പലതും വന്നേക്കാം. പക്ഷേ അനേകം ടെറിട്ടറികൾ, അനേകം സംരക്ഷണത്തിൻ്റെ മതിലുകൾ, അനേകം ഭിത്തികൾ നിന്നെ കവചം പോലെ കാക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തരുന്നത്. കർത്താവേ, കണ്ണിനെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ് ഈ പ്രഭാതത്തിൽ. ഈശോയെ, എൻ്റെ കണ്ണ് എത്ര സുരക്ഷിതമായി വെച്ചിരിക്കുന്നത്, അതുപോലെ എന്നെ ഓരോ ദിനം കാക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ദിനവും കർത്താവെ, ഞാൻ ഇന്ന് എൻ്റെ ഭവനത്തിൽ നിന്ന് പലയിടങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ പോവുകയാണ്. കർത്താവ്, പലയിടങ്ങളിൽ ഞാൻ ചെല്ലുകയാണ്, പല ജോലികളിൽ ഞാൻ വ്യാപരിക്കാൻ പോവുകയാണ്. അവിടെ എല്ലാം കർത്താവെ, കൃഷ്ണമണി പോലെ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ.